ഒരു രാജ്യത്തിൻ്റെ പ്രസിഡന്റ് ഫിഫ പ്രസിഡന്റിനെ വിളിച്ചിട്ട് പറയുകയാണ് ഞങ്ങളുടെ കളിക്കാരൻ്റെ സസ്പെൻഷൻ പിൻവലിക്കണം എന്ന് പറയുകയാണ്. അതൊരു പ്രസിഡന്റ് സെറ്റ് ചെയ്യല്ലേ ശരിക്കും. അപ്പോൾ നാളെ പറയുകയാണ്, നാളെ എർദോഗാൻ പറയുകയാണ് ഫിഫ വിളിച്ചിട്ട് ഞങ്ങളുടെ മറ്റേ കളിക്കാരൻ്റെ സ്ഥാനം മാറ്റണം. മോദിജി വിളിച്ചിട്ട് പറയുമ്പോൾ, മോദിജിക്ക് വിളിക്കേണ്ട ആവശ്യം വരില്ലായിരിക്കാം, മോദിജി വിളിച്ചിട്ട് പറയുകയാണ് നമ്മുടെ കളിക്കാരൻ്റെ മറ്റേ ഇതൊരു ബാഡ് പ്രസിഡൻ്റാണ്. രാജ്യത്തിൻ്റെ തലവൻ വിളിച്ചിട്ട് ഞങ്ങളുടെ കളിക്കാരെ എന്താണ് ഇത് മാറ്റണം എന്ന് പറയുന്നത്. മുമ്പും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഫിഫ സ്വയം തന്നെ അത് റിവ്യൂ ചെയ്തിട്ടുണ്ട്. ഫിഫ തന്നെ സ്വയം റിവ്യൂ ചെയ്ത് തിരുത്തലുകൾ വരുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞാൽ ഇപ്പോൾ ഈ സാധനമുണ്ടല്ലോ, എന്തായാലും പറയാം, VAR വന്നോടിയുള്ള പ്രശ്നം എന്ന് വെച്ചാൽ മുമ്പൊക്കെ ഇപ്പോൾ ഒരു ക്ലാഷൊക്കെ രണ്ട് കളിക്കാരും ക്ലാഷ് ഉണ്ടാവും, അവർ വീഴും എഴുന്നേറ്റ് പോകും. നെയ്മർ മാത്രമാണ് കുറച്ചൊക്കെ ഡ്രാമയെ കാണിക്കുക. ഈ VARൻ്റെ ഒരു പ്രശ്നം, VAR സ്ലോ മോഷൻ സേവ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. സ്ലോ മോഷൻ കാണിക്കുമ്പോൾ ഭയങ്കര ഭീകരമായിട്ട് നമുക്ക് തോന്നുന്നത്. അപ്പോൾ ആക്ച്വലി ഈ ബലോഗൻ ചെയ്തെന്താണ്, ഈ ബോസ്നിയൻ താരം അദ്ദേഹത്തിൻ്റെ പേരെന്താണ്, താരിഖ് മുഹറമോവിച്ച്, അദ്ദേഹത്തിൻ്റെ കാലിൻ്റെ ഇവിടെ ചവിട്ടി എന്നുള്ളതാണ്, ഈ ആംഗിളിൽ ചവിട്ടി എന്നുള്ളതാണ്. സത്യത്തിൽ അതൊരു വളരെ കാഷ്വലായിട്ടുള്ളൊരു ചവിട്ടലാണ്. പക്ഷേ അത് VAR കണ്ടു കഴിയുമ്പോൾ നമുക്ക് വളരെ ഭീകരമായി തോന്നും. എൻ്റെ ഈ പുല്ലുവാരി എന്ന് പറയും, പുല്ലുവാരിക്ക് ചവിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ ഭീകരമായൊരു ഫോളായിട്ട് തോന്നും. യഥാർത്ഥത്തിൽ VAR വന്നതിന് ശേഷം ഉണ്ടായ പ്രശ്നമാണ് അത്. അപ്പോൾ അതിൽ റെഡ് കാർഡ് കാട്ടേണ്ട കാര്യമുണ്ടോ ഈ ബലോഗൻ എന്നുള്ളത് ചോദ്യമാണ്. കാരണം അത് സാധാരണ രീതിയിൽ ഉണ്ടാകുന്ന ഒരു ക്ലാഷ് ആയിട്ടാണ് നമുക്ക് ഒരു സ്പീഡിൽ പോകുമ്പോൾ, കാരണം റഫറി അടുത്തുണ്ടായിട്ട് അത് കണ്ടിട്ട് പോലില്ല റഫറി. പിന്നീട് അപ്പീൽ ചെയ്ത് VARലേക്ക് വിടുകയാണ് ചെയ്തത്. അത്രമാത്രം ശ്രദ്ധിക്കപ്പെടാത്തൊരു ഇൻസിഡൻ്റ് ആയിരുന്നു അത്. അപ്പോൾ അത് റിവ്യൂ ചെയ്യാൻ ട്രംപ് ആവശ്യപ്പെടുക. ഇപ്പോൾ ട്രംപിൻ്റെ ഒരു സ്വഭാവം നമുക്കറിയാമല്ലോ, അത് എന്ത് കിട്ടിയാലും അതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ്. ഈ വേൾഡ് കപ്പിൽ നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്നതാണ് എല്ലാ ഗാലറിയുടെ ഫ്രണ്ടിലും ട്രംപ് ജി ഉണ്ടാവുന്നല്ലേ. പക്ഷെ അദ്ദേഹം അങ്ങനെ വന്നിട്ടില്ല. കാരണം അവിടെ 250 വാർഷികാഘോഷം നടക്കുകയാണ് അമേരിക്കയിൽ, 250 വാർഷികം നടക്കുകയാണ്. അപ്പോൾ മൂപ്പര് അതിൽ ശ്രദ്ധാലുവായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞു, ഇനി ഫുട്ബോളിൽ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഒരു ഗാലറിയിൽ വന്നിരുന്നൊരു പ്രസിഡന്റ് ഗാലറിയിൽ വന്നിരുന്ന് സ്വന്തം ടീമിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നത് തെറ്റൊന്നുമില്ല. മുമ്പ് ക്രൊയേഷ്യയുടെ ഒരു വനിതാ പ്രസിഡന്റ് ഉണ്ടായിരുന്നല്ലോ, കഴിഞ്ഞ വേൾഡ് കപ്പിൽ അവർ വന്നു, ക്രൊയേഷ്യയുടെ പ്രസിഡന്റ്. അപ്പോൾ ഇദ്ദേഹം അങ്ങനെ എന്താണ് വിസിബിൾ അല്ല, പക്ഷെ പുള്ളി അത് ഏത് വിധേനയും അതിന് രാഷ്ട്രീയമായി മുന്നെടുക്കാൻ നോക്കും. അപ്പോൾ അമേരിക്ക ജയിച്ചാൽ പറയും അത് അമേരിക്കയുടെ ജയം, മേക്കിംഗ് അമേരിക്ക ഗ്രേറ്റ് ഒക്കെ എന്നാൽ പറഞ്ഞാൽ അദ്ദേഹം മുദ്രാവാക്യം വിളിക്കും. ഈ മറ്റേ വെള്ളിമൂങ്ങ സിനിമയിൽ ബിജുവിനെ പറയും പോലെ മരണം വീട്ടിൽ ചെന്ന പെട്ടി കയറി കിടക്കുന്ന ആളാണ് ട്രംപ്. അപ്പോൾ അതങ്ങനെ ഉപയോഗപ്പെടുത്തും, ഈ വേൾഡ് കപ്പിന് അങ്ങനെ ഉപയോഗപ്പെടുത്തും. പക്ഷേ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, ഈ ഇൻഫെൻറ്റീനോ വന്നതിന് ശേഷം ഉണ്ടാകുന്നൊരു പ്രധാനപ്പെട്ട പ്രശ്നം, ഇപ്പോൾ ഗസയിലെ മറ്റേ പീസ് ബോർഡ് ഉണ്ടല്ലോ, പീസ് ബോർഡ് യോഗം, ആ യോഗത്തിൽ ഇൻഫെൻറ്റീനോ പങ്കെടുത്തിരുന്നു. ഫിഫയ്ക്ക് എന്താണ് ഗസ പുനർനിർമ്മാണത്തിൽ അയാൾ അതിൽ പങ്കെടുത്തു. ട്രംപിൻ്റെ വളരെ അടുത്ത ട്രംപിന് പീസ് അവാർഡ് കൊടുത്തു കഴിഞ്ഞ ഡിസംബറിൽ, സമാധാന അവാർഡ്. അതിന് നോബൽ കിട്ടിയില്ല, അതിനൊരു കൺസോളേഷൻ പ്രൈസായിട്ട് ഫിഫയുടെ വക സമാധാന അവാർഡ് കൊടുത്തു. ഇപ്പോൾ റെഡ് കാർഡ് പിൻവലിക്കുന്നു. ഫിഫ സ്വയം ചിന്തിക്കേണ്ടതാണ്, ഇതൊരു സ്പോർട്സ് ബോഡിയാണ്, ലോകത്തെ ഏറ്റവും വലിയ ഇവൻ്റ് നടത്തുന്ന ഒരു സംഘടനയാണ്, ഏറ്റവും കൂടുതൽ ആൾ കാണുന്ന ഇവൻ്റ് നടത്തുന്ന സംഘടനയാണ്. അതിൻ്റെ ഇൻറ്റഗ്രിറ്റി കളയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ ട്രംപ് തുടക്കം കുറിച്ചു, നാളെ ആരൊക്കെ ഈ ആവശ്യമായിട്ട് ഫിഫയെ വിളിക്കുമെന്ന് നമുക്ക് നോക്കിയിരിക്കും.